ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ബിടെക് ഹോൾഡർ ആണെങ്കിൽ 2024 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഇയർ തന്നെയാണ്. ഓക്കെ, 2024 എന്ന് പറയുന്നത് ഈ തവണയും ഒരു ഗോൾഡൻ ഇയർ ആണ്. കഴിഞ്ഞ തവണയും ഒരുപാട് വേക്കൻസീസ്, ഒരുപാട് എക്സാംസുകളുമായി PSC നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ 2024 വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് RRB ആണ്. സോ ആഫ്റ്റർ ബിടെക് 2024 ഇസ് എ ഗോൾഡൻ ഇയർ എന്നാണ് നമ്മൾ പറയുന്നത്. അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് നമുക്ക് വരുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ 13,000-ലധികം വേക്കൻസിയുമായി വന്നിട്ടുള്ള RRBയുടെ ജൂനിയർ എഞ്ചിനീയർ ആണ് ഇത്തവണ നമ്മളെ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബിടെക് ഹോൾഡേഴ്സിന്, അതായത് സിവിൽ ഒഴികെയുള്ള ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഒക്കെ ബ്രാഞ്ചസിലുള്ള ആളുകൾക്ക്, ഓട്ടോമൊബൈൽ ബ്രാഞ്ചസിലുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ RRBയുടെ ALP ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം വരുന്നുണ്ട്. IEO എക്സാം അത്യാവശ്യം നല്ല വേക്കൻസിയും നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബുമാണ്. അതേപോലെ തന്നെ PSCയുടെ വേരിയസ് എക്സാംസുകൾ, അതിപ്പോൾ ട്രേഡ് ഇൻസ്ട്രക്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡുകളുണ്ട്, അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് എക്സാംസുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു PSCയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പിന്നെ കുറഞ്ഞ വേക്കൻസി ആണെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒക്കെ വരുന്നുണ്ട്. അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാം വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി അങ്ങനെയും വരുന്നുണ്ട്. സോ നമ്മൾ എങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഞാനിവിടെ മെൻഷൻ ചെയ്യാത്ത ചില കാറ്റഗറീസ് ഉണ്ട്. അത് പിന്നെ എല്ലാ വർഷവും വരുന്നത് കൊണ്ടാണ്. ഏതൊക്കെയാണ്? SSCയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമും അതേപോലെ തന്നെ ഗേറ്റ് എക്സാമും. ഇതൊക്കെ എല്ലാ വർഷവും വരുന്നതായതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി ഇവിടെ പറയാത്തത്. ഇതൊക്കെ എല്ലാ വർഷവും വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. RRB JEE, RRB ALP, IEO ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ലക്കാണ്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. ഏറ്റവും മികച്ച അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 2024 ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ 2024 നിങ്ങൾക്ക് കഴിയും. സോ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുക. ഏതൊരു കോഴ്സിലേക്ക് പോകുമ്പോഴും അതിൽ നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ആളുകളാണ് അവരുടെ കോമ്പറ്റീഷനിൽ ഒരുപടി മുന്നിൽ നിൽക്കുക. സോ നിങ്ങളുടെ ശ്രമങ്ങൾ നേരത്തെ ആരംഭിക്കുക. ഈ പറഞ്ഞ കോഴ്സുകളിലേക്കെല്ലാം എൻട്രിയുടെ ഏറ്റവും മികച്ച കോഴ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത എല്ലാ കോഴ്സസിലേക്കുള്ള കോഴ്സസ് എൻട്രിയിൽ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമല്ല, ഫാക്കൽറ്റീസിൻ്റെ, പ്രീമിയം ഫാക്കൽറ്റീസിൻ്റെ ഡയറക്റ്റ് ലൈവ് സെഷൻസും നിങ്ങൾക്ക് ഈ ഒരു സെഷൻസിലൂടെ ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് കോഴ്സസിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. 2024 നിങ്ങളുടേതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.